അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷക്കാലം നിങ്ങൾ കോൾഡ് സ്റ്റോറേജിൽ വെച്ചില്ലേ എന്ന ചോദ്യം, ഇത് ഒളിച്ചു വെച്ചത് ക്രിമിനൽ കുറ്റമല്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഡോക്ടർ പ്രേംകുമാർ പറയുന്നു, ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളത് കൊണ്ട്? അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനൊക്കെ നാന്ദിയായ കേസിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സ്വീകരിച്ച നിലപാട് എന്താണ് എന്നുള്ളതൊക്കെ അദ്ദേഹം ചോദ്യമായി ഉന്നയിക്കുന്നു. അതായത് കുറച്ച് വിശദമായിട്ടൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആധാരമായ വിഷയമെന്ന് പറഞ്ഞാൽ നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്ന് ആ അതിജീവിത തന്നെ വളരെ പരസ്യമായിട്ട് കേരളത്തിന് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ വിഷയത്തിൽ കേസെടുക്കാനുള്ള ഒരേ ഒരു കാരണക്കാരൻ അന്തരിച്ച PT തോമസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PT തോമസിൻ്റെ അടുത്ത് വളരെ കൃത്യമായി ആ നടിയുടെ വിഷയം അന്നേരം പറയുകയും PT തോമസ് അന്ന് തൃക്കാക്കര ACയെയും DGPയെയും വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ആ കേസ് കാണാമറയത്തായി പോകുമായിരുന്നുവെന്ന് ആ നടി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് WCC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത്. ഏതാ അതിജീവിതയുടെ വിഷയമുണ്ടായി ഉടനെ തന്നെ സർക്കാർ എന്ന സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചില്ല. WCC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായി. ആ സംഘടന തുടർന്ന് ഒരു പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിനൊടുവിലാണ് ഹേമ കമ്മിറ്റി ഉണ്ടായത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം 4.5 കൊല്ലമായി ഇവർ കോൾഡ് സ്റ്റോറേജിൽ വെച്ചു. അതിനിടയ്ക്ക് WCC 2 പ്രാവശ്യം ആവശ്യപ്പെട്ടു ഇത് പുറത്തുവിടണമെന്ന്. അന്നേരം ശ്രീ P രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഇത് പുറത്തുവിടണമെന്ന് WCC പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് WCC ഔദ്യോഗികമായി അവർ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കൊടുത്ത കത്ത് പുറത്തുവിട്ടിട്ട് പറഞ്ഞു ശ്രീ P രാജീവ് പറയുന്നത് നുണയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ശ്രീ പ്രേംകുമാർ ഇവിടെ പറഞ്ഞല്ലോ, സർക്കാർ എന്തോ വലിയ കാര്യമായി വിവരാവകാശ പോരാട്ടത്തിനൊടുവിൽ. എന്ത് പോരാട്ടം? 2020 ഇത് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള വിവരാവകാശ ഓഫീസറോട് ഇത് പുറത്തു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തപ്പോൾ പുറത്തു കൊടുക്കാൻ പറ്റില്ല എന്നാണ് വിവരാവകാശ ഓഫീസർ പറഞ്ഞത്. അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റിയായ വിവരാവകാശ ഓഫീസർ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ സജി ചെറിയാൻ്റെ കീഴിൽ ചെന്നപ്പോൾ അയാളും അത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് വിവരാവകാശ കമ്മീഷണർ എടുത്തിട്ട് പോയത്. എന്നിട്ടാണ് ഇത് പുറത്തു വന്നത്. അപ്പൊ സർക്കാരിന്റെ എന്തോ ഒരു നിലപാട് കൊണ്ടാണ് ഇത് പുറത്തു വന്നത് എന്ന് ശ്രീ പ്രേംകുമാർ പറഞ്ഞാൽ അതൊക്കെ വാസ്തവ വിരുദ്ധമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ. മുകേഷിനെതിരെ യൂത്ത് കോൺഗ്രസ് അവിടെ സമരം നടത്തുന്ന സമയത്ത് ഈ പറയുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെയും ഇതേ ആരോപണം ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് രാജിവെച്ചൊഴിയുന്ന സമയത്തും അദ്ദേഹം പിന്നീട് രാജിവെച്ചൊഴിയുകയാണ് ചെയ്തത്. നിങ്ങൾ മുകേഷിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലീഗൽ സെല്ലുമായി ബന്ധപ്പെട്ട നേതാവിനെതിരെയും സമാനമായ ആരോപണം നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മാധു, ഞാൻ 2 കാര്യങ്ങളിൽ മറുപടി പറഞ്ഞിട്ട് ഈ കാര്യത്തിന് മറുപടി പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരും മാറി മാറി ആരോപണം ഉന്നയിച്ചാൽ എനിക്ക് മറുപടി പറയണം. പിന്നെ ഇടതുപക്ഷത്തിന്റെ എന്തോ ഒരു സ്ത്രീപക്ഷ നിലപാടിനെ കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ട പ്രേംകുമാർ മാഷെ, ആ AKG സെന്ററിലെ മറ്റേ ആ മെഷീൻ ഉണ്ടല്ലോ, ആ തീവ്രത അളക്കുന്ന മെഷീൻ AK ബാലന്റെയും PK ശ്രീമതിയുടെയും കയ്യിലിരിക്കുന്നത്, അത് ഇപ്പോഴും AKG സെന്ററിൽ തന്നെ വെച്ചിട്ടുണ്ടോ? ആ പാലക്കാട്ടെ തീവ്രത അളക്കാൻ പോയത്, കണ്ണൂരിലെ തീവ്രത അളക്കാൻ പോയ ആ മെഷീൻ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കൊല്ലത്തെ തീവ്രത കൂടി ഒന്ന് അളക്കാൻ പറ. എന്ത് സ്ത്രീപക്ഷ നിലപാട്! ആരാണ് സാർ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ശശി? ആരാണ് സാർ? ഈ ശശിക്കെതിരെ വന്ന ആരോപണം എന്താണ് സാർ? ശശിക്കെതിരെ പരസ്യമായിട്ട് ഒരു MLA ആരോപണം ഉന്നയിച്ചിട്ട് ഈ ശശിയെ സംരക്ഷിച്ചവരല്ലേ നിങ്ങൾ? എന്നിട്ട് ആ ശശിയെ കൊണ്ടുപോയിട്ട് ആഭ്യന്തര വകുപ്പിന് ചുക്കാൻ പിടിക്കുന്ന സെക്രട്ടറി ആക്കി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ന്യായീകരണം പറഞ്ഞാൽ അത് മുഴുവൻ വിശ്വസിക്കുന്നവരാണോ ഞങ്ങളെന്നാണോ നിങ്ങൾ കരുതിയത്? അത് മാത്രമല്ല, ഈ ആരോപണം വന്ന മൊമെന്റിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഞങ്ങൾ കേസൊന്നും എടുക്കില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പോകുന്നില്ല എന്നല്ലേ ഈ മുഖ്യമന്ത്രി പറഞ്ഞേ? സജി ചെറിയാൻ പറഞ്ഞത് എന്താ? അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംഭവം നടക്കാൻ ഇവിടെ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. അന്നേരം ഒന്നും പ്രേംകുമാർ മാഷിന്റെ വായിൽ ഒരു ന്യായീകരണവും ഞങ്ങൾ കണ്ടില്ലല്ലോ. പിന്നെ മുഖ്യമന്ത്രിയുടെ എന്തോ ഒരു പ്രത്യേക പ്രിവിലേജിന്റെ പുറത്താണ് ഇപ്പോൾ ഈ നടിമാർക്കൊക്കെ ധൈര്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ 4.5 കൊല്ലമായി ഈ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിട്ട് ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന് 4.5 കൊല്ലമായി. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കി